വലിയ പറമ്പിൽ പരേതനായ തോമസിന്റെ ഭാര്യ ലില്ലിക്കുട്ടി. സംസ്കാരം ഇന്ന് 10-ന്. അതെ, ഫ്രിഡ്ജിലേ മീൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങ് വെട്ടിയേര്, വൈകിട്ട് കറിയാവുമല്ലോ. ചിക്കൻ ഇനി ഇരിപ്പുണ്ട്, അത് പറഞ്ഞിട്ട് പോരെ. അവൻ രാവിലെ ചിക്കൻ കൂട്ടിയോണ്ട് ഇനി വൈകിട്ട് കൂട്ടും തോന്നുന്നില്ല. മീനാണെങ്കിൽ അവൻ അത് കഴിച്ചോളും കേട്ടോ. കുടുംബ വഴക്കിന്റെ ഇടയിൽ ഭർത്താവിന്റെ അമ്മയെ തലക്കടിച്ച് വീഴ്ത്തി മരുമകൾ. അനു, പറ്റുവാണെന്നുണ്ടെങ്കിൽ ചെയ്താ മതി കേട്ടോ. അത് അവസാനിപ്പിച്ചേക്കാൻ അവൾ പറഞ്ഞേക്ക്. അവിടെ ചോദിക്കാനും പറയാനും ആളൊരുത്തം വന്നിട്ടുണ്ട്. ദൈവമേ, അനുവിന്റെ വീട്ടിൽ നിന്നാണല്ലോ. നീ ബെല്ലടിച്ച് ആവുന്നേ. ഇതെന്നെ ഒന്നും പറയാതെ വന്നേ. ഇനി ഇങ്ങോട്ട് പറഞ്ഞെങ്കിൽ നിന്റെ സമ്മതമൊക്കെ വേണോ? ഇത് എന്താ പതിവില്ല, രണ്ടുപേരും ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. അടുത്ത പ്രാവശ്യം ഇനി പറഞ്ഞിട്ട് വരാം. അതല്ല, ഞാൻ എപ്പോഴെപ്പോഴും വാ വാന്ന് പറഞ്ഞ് വിളിക്കുകയും ചെയ്യാം, രണ്ടുപേരും വരത്തൂല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. ഇതിപ്പോ ബാങ്കിൽ വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, ആ വഴി ഇങ്ങോട്ട് വന്നതാ. ഇന്നാ കാര്യമായിട്ടാണല്ലോ. പിന്നല്ലാണ്ട് ഞങ്ങൾ എത്ര നേരമായിട്ട് ബെല്ലടിക്കുന്നു, ഇവിടെ ആരും ഇല്ലേ? ഇവിടുത്തെ അമ്മ ഉണ്ടായിരുന്നു. അമ്മ ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കണ കണ്ടോണ്ട് ഞാൻ പിന്നെ ഉണ്ടല്ലോ, ആളുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. എന്റെ ബാങ്കിലെ കാര്യമില്ല ശരിയായോ? ഇല്ല കൊച്ചേ, ഇനി ഒന്നുകൂടി പോണം. അയ്യോ, ഇതാരാ വന്നേക്കുന്നേ? ഞാൻ ഓർത്തു മോൾ ആരോടായി സംസാരിക്കുന്നു. ഞാൻ അങ്ങ് അപ്പുറയായിരുന്നു, അടുക്കളയിലേ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോ പിന്നെ അവിടെ ക്ലീൻ ചെയ്യാന്ന് വെച്ചു. അതാ ഞാൻ എപ്പോഴും മോളോട് പറയും, നിങ്ങളെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ, ഒരു ദിവസം അങ്ങ് ചെല്ലണം എന്നൊക്കെ പറയും അല്ലേ. ഞങ്ങളിവിടെ ഈ ബാങ്കിൽ വരെ വന്നതാ, പിന്നെ സമയം ഉണ്ടായോണ്ട് ഇവിടെ വരെ ഒന്ന് വന്നേച്ച് പോവാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ ഞാനേ ചായ ഇടാവേ. ചായ ഇല്ല അമ്മ, ഞാൻ ചായ ഇടാം. അമ്മ ഇരിക്കുക കേട്ടോ. ആണോ, മോള് ഇടുവാണോ? ഉച്ചക്ക് കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. മീനൊക്കെ വെട്ടാനിരിക്കുന്നത്. ഞാനെന്നാ പോയി വെട്ടട്ടെ, കഴിച്ചിട്ട് പോവാ. ഹായ്, നമ്മൾ അങ്ങനെ ഡെയിലി കുളിക്കുകയും ഫ്രഷ് ആവുകയും ചെയ്യുമെങ്കിലും കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര ഒരു ഡ്രൈനെസ് തോന്നും, മോയ്സ്ചർ കണ്ടന്റ് എല്ലാം പോകുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സോപ്പാണ് മാമാ എർത്തിന്റെ നീം മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പ്. സോപ്പിൽ അടങ്ങിയിരിക്കുന്ന നീം ആൻഡ് ടീ ട്രീ നമ്മളുടെ മുഖത്ത് പിമ്പിൾസ് വരുന്ന തടയുകയും നമ്മളുടെ സ്കിന്ന് സ്മൂത്ത് ആൻഡ് മോയ്സ്ചർ ആക്കി വെക്കും. 24 hours വരെ നമ്മളുടെ സ്കിന്ന് മോയ്സ്ചർ ആക്കി വെക്കാനായിട്ട് സോപ്പ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ഡീപ്പ് ക്ലെൻസിങ് ആണ് നമ്മളുടെ സ്കിന്നിന് കിട്ടുന്നത്. ഇത് നമ്മളുടെ സ്കിന്ന് ഡ്രൈ ആക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവില്ല. നല്ല ഫ്രഷ്നെസ്സോടെ ഇരിക്കാനായിട്ടും നമ്മളുടെ സ്കിന്നിന് ഹെൽപ്പ് ചെയ്യും. സോപ്പിൽ ഡൈയിങ് കളേഴ്സുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, സേഫ് സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് നമ്മളുടെ സ്കിന്നിന് ഇറിറ്റേഷൻസോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവുന്നില്ല. ഇതാ വാഷ് ചെയ്തതിന് ശേഷം എൻ്റെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മോയ്സ്ചർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ലൊരു ഫ്രഷ് സ്മെല്ലും ആണുള്ളത്. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പ് വഴി ഓർഡർ ചെയ്യാം. വെബ്സൈറ്റ് വഴിയാണെങ്കിൽ അതിൽ എക്സ്ട്രാ സെയിലും എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും. ഇനി ആപ്പ് വഴിയാണെന്നുണ്ടെങ്കിൽ iOS-ലും ആൻഡ്രോയിഡ് ഫോണിലും അവൈലബിൾ ആണ്. ഇനി എന്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫറും. മാമാ എർത്തിന്റെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിക്കുകയും അതിന്റെ ഫീഡ്ബാക്ക് അവരെ അറിയിക്കുന്നത് വഴിയും ഒനിയൻ ഷാമ്പൂവിന്റെ പ്രൊഡക്ഷൻ മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. മികച്ച ഗുണനിലവാരത്തിനായ ഗവേഷണത്തിലൂടെയും നവീകരണത്തിലൂടെയും അവർ എപ്പോഴും അവരുടെ ഉൽപ്പന്നങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. ബൈ. അങ്ങ് കറിയൊന്നും അധികം ശരിയായി കാണുകയെല്ലാം തോന്നുന്നു. കറിയൊന്നും ഒരു കുഴപ്പമില്ല, ഇതൊക്കെ തന്നെ ധാരാളമാ. മോരൊഴിക്കമ്മ. പപ്പടവും കൂടി ഉണ്ടായിരുന്നു. പപ്പടം ഞാൻ കാച്ച. ഒരു മോൾ അവിടെ ഇരുന്ന് ഞാൻ ചെയ്തോ.
ചുമ്മാ കയറി ഒന്നും ഏക്കണ്ടായിരുന്നു. പ്ലേറ്റിങ് താമേ, ഞാൻ കഴുകിക്കോളാം. താ. അയ്യോ ഇല്ല ഇല്ല, ഞാൻ കഴുകിക്കോളാം ഈ പാത്രമൊക്കെ. ആഹാ, പണിയൊന്നും കഴിഞ്ഞില്ലയോ? ആ കഴിഞ്ഞു. അത് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുമായിരുന്നു. കൊച്ചു പറഞ്ഞായിരുന്നു കൈക്കൊന്നും മേലാന്ന്. എങ്ങനെയുണ്ട് ഇപ്പൊ? കൈക്കൊക്കെ ഭയങ്കര വേദനയാ. ഓ അതും പറഞ്ഞ് ഇപ്പൊ ഇരുന്നാ പറ്റുമോ? അങ്ങനെ ഇരുന്ന് പോയാ അങ്ങ് ഇരുന്ന് പോകത്തില്ലേ. ഓരോന്നിങ്ങനെ പറ്റണ രീതിയിൽ ഓടി നടന്നങ്ങ് ചെയ്യും. ഒന്ന് വേഗം പോതള്ളേ. വെയിലത്തോട്ടിടാൻ നോക്കിയതെല്ലാം ഉണങ്ങിയല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? ഇല്ല. ഇനി ബാങ്കിന്റെ പറ്റ കാര്യമുണ്ടോ? ഇനിയും വരണം. എല്ലാം കഴിഞ്ഞോ? ലോണിന്റെ കാര്യമൊന്നും ശരിയായിട്ടില്ലെന്നേ. അലക്കാൻ പോവാന്നോ? അയ്യോ അല്ല, രാവിലെ എഴുന്നേറ്റ് അലക്കി ഇട്ടതാ. ഇപ്പൊ എല്ലാം ഉണങ്ങി. ഞാൻ വെയിലത്തുനിന്ന് എടുത്തോണ്ട് വന്ന. സംസാരിക്കും, ഞാൻ കൊണ്ട് ഇടട്ടാന്നോ? അയനാടി, ഞങ്ങൾ വരുമ്പോ മാത്രം നിന്റെ അമ്മയ്ക്ക് ഇത്ര തിരക്ക്? അത് നിങ്ങൾ വരുന്നോണ്ട് മാത്രല്ല, ഇവിടെ ആര് വന്നാലും ഇങ്ങനെയൊക്കെ തന്നെയാ. അമ്മ എല്ലാ കാര്യവും ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഓടിച്ചാടി നടക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ പോകുമ്പോഴേ മാറിപ്പോയി ഇരുന്ന് ടിവിയോ പത്രമോ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കും. ഏതായാലും രണ്ടുപേരും കൂടി വന്നതല്ലേ, ഇനി വൈകുന്നേരം പോയാൽ മതി. അത്ര നേരം എനിക്ക് വെറുതെ ഇരിക്കാലോ. അത് കൊള്ളാലോ. അതൊന്നും വേണ്ട, നീ ഉള്ള പണി അങ്ങ് ചെയ്താട്ടെ. വെറുതെ പ്രായമുള്ളവരെയും കൊണ്ട് പണിയെടുപ്പിക്കാതെ. Subscribe my channel.